പറങ്കി മാങ്ങ, കശുവണ്ടിന്റെ മാങ്ങ, അതുകൊണ്ടൊരു ലൈവ് അച്ചാറാണ് നമ്മളുള്ളത്. അതായത് ഇടുക കഴിക്കുക. മറ്റേ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലല്ല ആവുക. ചിലത് അങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ അച്ചാറ് നമ്മൾ പ്രിപ്പയർ ചെയ്ത അന്ന് തന്നെ നമുക്ക് കഴിക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് പഴുത്ത പറങ്കിമാങ്ങ. ഞങ്ങള് ഇതിന് പറങ്കിമാങ്ങ എന്ന് പറയും, ചിലതിന് പിന്നെ കശുവണ്ടി മാങ്ങ എന്നൊക്കെ പറയും. അപ്പൊ ഏതായാലും പഴുത്തതാണ് ഇത് കുറച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ചവർപ്പ് ചോയ മാറിയിട്ടുള്ള നല്ലോണം പഴുത്തതാണ് വേണ്ടത് നമുക്ക്. അപ്പൊ ഇതിനെ നല്ലോണം കഴുകിയിട്ട് ഞാനാണ് മുറിക്കണം. അതുകൊണ്ട് നമ്മള് സ്റ്റീൽ കത്തി ഉണ്ട്, അത് ഇത്ര മൂർച്ച കുറവാണ്. പക്ഷെ പോളിഗാർഡിന്റെ ഒരു കത്തി ഉണ്ട്, കണ്ടാൽ നല്ല കറ ഉണ്ടാവും, പക്ഷെ നല്ല നൈസായിട്ട് മുറിക്കുക. ആ ഒരു കത്തി കൊണ്ടാണ് മുറിക്കുന്നത്. ഇതേപോലെ കനം കുറച്ച് മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കുക കംപ്ലീറ്റ്. വെള്ളമൊന്നും തൊട്ടിക്കരുത്. ഇപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ ഞാൻ 2 ടേബിൾ സ്പൂണല്ല, സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് മാത്രം. ഇത് നമുക്ക് ലൈവായിട്ട് അപ്പം തന്നെ കഴിക്കാം. അതായത് എടുത്തു വെക്കണം എന്നില്ല. നമ്മള് ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ കഴിക്കാം. ഇനി ഞാനിതൊരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയാണ്. കുപ്പിയിലിട്ട് വെച്ചിട്ട് പുറത്ത് വെക്കരുത്. കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണം. അത് ഈ അച്ചാറിന് വിനാഗിരി ഒഴിച്ചത് നല്ലതാണ്. എന്നിട്ട് അത് ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം, അടുത്ത് കുപ്പിയിലാണ് നല്ലത്, പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വെക്കരുത്. അതായത് കുപ്പി ഉള്ള ബോട്ടിലാണ്. അത് നല്ലോണം ഇതുപോലെ ശരിക്കും അങ്ങോട്ട് കുലുക്കിയിട്ട് അങ്ങോട്ട് വെക്കുക നല്ലോണം. നമുക്ക് അന്ന് തന്നെ വേണേൽ കഴിക്കാം. ഞാനിനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട്, ഇനിയിപ്പോ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതിന് ഒരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ടണത്. ഇപ്പൊ ഒന്നുകൂടി ഒന്ന് ചുങ്ങിപ്പോയിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചാൽ. കാരണം വെച്ചാൽ അങ്ങനെയാണത്. ഇത് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. ഏറ്റവും ഉത്തമം ഇത് ലൈവായിട്ട് ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയും പറ്റും, കുഴപ്പമില്ല. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക. കാശ്മീർ മുളക് പൊടി, എരിവുള്ള മുളക് അധികം ഇടരുത്. ഇനി വേണമെങ്കിൽ പച്ചമുളക് കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ, വെറൈറ്റി ബിരിയാണികൾ, വെറൈറ്റി അച്ചാറുകൾ, ജ്യൂസുകൾ, യാത്രകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.